ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് കിച്ചൺ ക്ലീനിങ് സീരീസിൻ്റെ തേർഡ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതിന് മുന്നത്തെ വീഡിയോസിൻ്റെ ലിങ്ക് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ അതൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൗണ്ടർ ടോപ്പ് എങ്ങനെ ക്ലിയറാക്കി ക്ലീനാക്കി ഭംഗിയാക്കി വെക്കാം, അതിന് വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ കിച്ചൺ ക്ലീൻ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ഇങ്ങനത്തെ കുറച്ച് ടിപ്സും കൂടി ഷെയർ ചെയ്യാം. അതായത് ഇപ്പോൾ ഞാൻ നോ ഷുഗർ യോഗേർട്ടില്ലേ, ബ്ലൂബെറി ഫ്ലേവറാണെന്ന് തോന്നുന്നു, അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിന് ശേഷം ആ ഒരു എനർജിയൊക്കെ ആയിട്ട് നമുക്ക് കിച്ചൺ ക്ലീനിങ് ചെയ്യാം. ഒരുവിധം ക്ലീനായി എടുക്കുകയാണെങ്കിലും ഞാൻ ജസ്റ്റ് ഒന്നും കൂടി കുറച്ചൊന്ന് ക്ലീൻ ആക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതിലെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ കിച്ചൺ നമുക്ക് ക്ലീൻ ആക്കി ഇടാം. അപ്പോൾ അതിന് ഒരു ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്ന് റീസെറ്റ് ചെയ്യണം. നിറയെ ക്ലട്ടേർഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് റീസെറ്റ് ചെയ്യണമെങ്കിൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം കംപ്ലീറ്റ് കൗണ്ടർ ടോപ്പ് നമ്മളങ്ങ് ക്ലിയർ ചെയ്യാം. പലപ്പോഴും നമുക്ക് കുറേ നാളൊരു ഐറ്റം അവിടെ ഇരുന്ന് നമുക്ക് അതിനെ നമ്മൾ കാണാത്ത രീതിയിലാവും, അത് അവിടെ ഉള്ളതല്ലേ, അങ്ങനെ ഒരു ഫീൽ വരും. അപ്പോൾ അതിന് പകരം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കൗണ്ടർ ടോപ്പിലുള്ള എല്ലാ ഐറ്റംസും ക്ലിയർ ചെയ്യാം. ഒന്നില്ലെങ്കിൽ അതൊരു ഡൈനിങ് ടേബിളിലോട്ടോ അല്ലെങ്കിൽ ഫ്ലോറിലോട്ടോ എവിടേക്കാണെന്ന് വെച്ചാൽ ഒന്ന് മാറ്റിയിട്ട് കംപ്ലീറ്റ് ഒന്ന് തുടച്ചെടുക്കാം. അപ്പം തന്നെ നമുക്കൊരു നമ്മുടെ കൗണ്ടർ ടോപ്പ് ഇതാണെന്നുള്ളൊരു റീസെറ്റ് വരും അല്ലേ. അപ്പം എന്തൊക്കെ സാധനങ്ങളുണ്ടാവും, ടോസ്റ്റർ ഉണ്ടാവും, കട്ടിംഗ് ബോർഡ്സ് ഉണ്ടാവും, പിന്നെ സ്പൂൺ റെസ്റ്റ്, ഓയിൽ ബോട്ടിൽസ്, പിന്നെ ടീ, കോഫി, ഷുഗർ, ഇതൊക്കെ വെക്കുന്ന സംഭവങ്ങൾ, ഇതെല്ലാം ഉണ്ടാവില്ലേ. അപ്പം കുറേ നാൾ ഇരുന്നിരുന്നാൽ നമ്മൾ ചിലപ്പോൾ ഉപയോഗിക്കാത്ത സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ടാവും, എങ്കിലും നമ്മൾ അതൊന്നും നോക്കാതെ അതങ്ങനെ അങ്ങ് പോകും. അപ്പോൾ ഒരു കംപ്ലീറ്റ് ഒന്ന് ക്ലിയർ ചെയ്തിട്ട് നല്ല ഡീപ്പായിട്ടൊന്ന് വൈപ്പ് ചെയ്യാം. അപ്പം ഒരു പുതിയൊരു തുടക്കം പോലെ സ്റ്റാർട്ട് ചെയ്യാം. ബൈ ദ വേ, നിങ്ങൾ തുടക്കം മൂവി കണ്ടിരുന്നോ? എന്തായാലും ഞാൻ കണ്ടു കേട്ടോ, നല്ല മൂവിയാണ്. അപ്പം നമ്മുടെ ടോപ്പിക്കിലേക്ക് തിരിച്ചു വരാം. അപ്പം നമ്മുടെ കൗണ്ടർ ടോപ്പ് കംപ്ലീറ്റ്ലി എന്താ പറയുക, എംപ്റ്റി ചെയ്യാന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അതിനുശേഷം നമ്മൾ എന്തൊക്കെ നമ്മുടെ കൗണ്ടർ ടോപ്പിൽ വെക്കണം എന്നുള്ള കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കുക. കിച്ചൺ കൗണ്ടർ ടോപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഇമ്പോർട്ടൻറ്റ് സ്പേസ് ആയിട്ട് നമ്മൾ കണക്കാക്കുക. എല്ലാ ഐറ്റംസും ഇങ്ങനെ നിരത്തി വെക്കാനുള്ളൊരു സ്ഥലമല്ല അത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ ഭക്ഷണം പാകം ചെയ്യുക, അതുപോലെ നമ്മുടെ ഒരു വർക്കിംഗ് സ്പേസ് ആണല്ലേ ഒരു ഹോം മേക്കറിൻ്റെ. അപ്പോൾ നമ്മൾ ഓർഗനൈസ് ചെയ്യുമ്പോഴത്തേനും നമ്മൾ തന്നെ ഒന്ന് ചോദിക്കുക, ഇതിൽ നമ്മുടെ കൗണ്ടറിൽ ഇരിക്കാനുള്ളൊരു അർഹതയുണ്ടോ ഈ ഒരു ഐറ്റം. മെയിൻലി അതിൻ്റെ ഒരു പോയിൻ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഡെയിലി ആ ഒരു ഐറ്റം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കത് കൗണ്ടർ ടോപ്പിൽ വെക്കാം എന്നുള്ള ആ ഒരു റൂള് വെച്ചാൽ മതി. ഇപ്പം നമ്മൾ എവറി അതർ ഡേ ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ കഴിയണതും അത് നമുക്ക് കബേർഡിൽ സ്പേസ് ഉണ്ടെങ്കിൽ അതിനകത്തോട്ട് ആക്കി വെക്കുകയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഈ ഒരു റൂള് ഫോളോ ചെയ്യാൻ വേണ്ടി നോക്കുക. ചില സാധനങ്ങൾ ചിലപ്പോൾ നമ്മൾ ടോസ്റ്ററൊക്കെ ഇല്ലേ, ബ്രെഡ് ടോസ്റ്റ് ചെയ്യുന്നതൊക്കെ ചിലപ്പോൾ വീക്ക്ലി വൺസേ നമ്മൾ യൂസ് ചെയ്യത്തുള്ളൂ, എന്നാലും നമ്മൾ ആ കൗണ്ടറിൽ അങ്ങ് വെച്ചേക്കും. അപ്പോൾ അങ്ങനെ ചെയ്യാതെ അതൊരു ലോവർ ക്യാബിനറ്റിലോ പാൻട്രിയിലോ ഒക്കെ കൊണ്ടുപോയി വെക്കുക. അങ്ങനെ നമ്മൾ മാറ്റുമ്പോൾ തന്നെ നമ്മുടെ കൗണ്ടർ ടോപ്പ് ഒരുപാട് ക്ലിയർ ആവുന്നത് മനസ്സിലാവും. അടുത്ത കൗണ്ടർ ടോപ്പ് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഫങ്ഷണൽ സോൺസ് ഉണ്ടാക്കാം. അതായത് പല പല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഒരു ഏരിയ, ലൈക്ക് നമുക്ക് സ്റ്റൗവിൻ്റെ സൈഡിൽ തന്നെ ആയിരിക്കുമല്ലോ നമ്മുടെ കുക്കിംഗ് സോൺ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അവിടെ തന്നെ കുക്കിംഗ് ഓയിൽസ്, പിന്നെ നമ്മുടെ ഉപ്പ്, പഞ്ചസാര, അങ്ങനെയുള്ള ഐറ്റംസ് വെക്കാം. പിന്നെ ചിലർക്ക് ചില യൂട്ടൻസിൽസ്, അതായത് കത്തി, അതുപോലെ ചില ഇളക്കുന്ന കയ്യിലുകൾ, ഇതെല്ലാം വെക്കണം എന്നുണ്ടാവും. അപ്പം അത് നമുക്ക് വേണമെങ്കിൽ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം. ഓരോരുത്തരുടെ റിക്വയർമെൻറ്റ് പോലെ നമ്മളത് സെറ്റാക്കുക. ചിലർക്കൊരു കോഫി സ്പേസ്, ടീ സ്പേസ് എന്നൊക്കെ പറഞ്ഞിട്ട് മഗ്ഗും അങ്ങനെ ഗ്ലാസ്സും അങ്ങനെയൊക്കെ വെക്കുന്നൊരു ഹാബിറ്റ് ഉണ്ടാവാം. അപ്പം നമ്മളുടെ ഒരു ഇഷ്ടം അനുസരിച്ച് ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ ഒരേപോലെയുള്ള ഐറ്റംസ് ഒരുമിച്ച് വരുമ്പോൾ കുറേയും കൂടി അത് ഒരു ഓർഗനൈസ്ഡ് ഫീല് വരും. അപ്പോൾ ആ കിച്ചൺ തന്നെ ഒരു ഇൻറ്റൻഷണൽ, അതുപോലെ സ്റ്റൈലായിട്ടുള്ളൊരു ലുക്ക് വരും. എല്ലാ സാധനങ്ങളും അവിടെ ഇവിടെ നിരന്ന് കിടക്കുമ്പോഴാണ് ആ ഒരു മെസ്സി ലുക്ക് വരുന്നത്. അടുത്തത് നമുക്ക് ചെയ്യാവുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ട്രേസ്, അതുപോലെ റാക്സ്, ഇതെല്ലാം യൂസ് ചെയ്യാം. അപ്പോൾ ഈ നിരന്ന് കിടന്നത് ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാവുന്നതാണ് ചെറിയ ചെറിയ വൈറ്റ് കളർ ട്രേസ് അല്ലെങ്കിൽ വുഡൻ ട്രേസ് ഒക്കെ ഉണ്ടാവില്ലേ, അതിൽ നമുക്ക് ഇപ്പം നമ്മുടെ ബോട്ടിൽസ് തന്നെ
നമ്മുടെ സ്പൈസ് ജാഴ്സൊക്കെ പുറത്ത് വയ്ക്കുന്നവരുണ്ടെങ്കിൽ അത് വെക്കാം. അതുപോലെ ഓയിൽ ബോട്ടിൽസ്, പിന്നെ വിനീഗർ. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത് അങ്ങനത്തത് നമ്മൾ വെക്കാൻ നോക്കുക. അല്ലെങ്കിൽ ഒരു 2 ലെയർ കൗണ്ടർ ടോപ്പ് റാക്കൊക്കെ കിട്ടില്ലേ, മുന്നേ ഞാനത് യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു വീഡിയോയിലാണെങ്കിലും ഞാൻ ആ ഒരു 2 ടയർ റാക്ക് വാങ്ങിച്ചിട്ടുണ്ട്. അത് ഐക്കേന്നാണ്. പക്ഷേ സത്യം പറഞ്ഞാൽ എനിക്കത് വലിയ യൂസ്ഫുൾ അല്ല. അവിടെ കുഞ്ഞു കുഞ്ഞു സ്പൈസ് ബോട്ടിൽസ് വെക്കാനാണ് അത് യൂസ് ചെയ്യുന്നത്. ഞാൻ പിന്നെ അത് ഇനി കറക്റ്റായിട്ട് അതൊന്ന് മാറ്റാനുണ്ട്. അപ്പം ഇതേപോലെയുള്ള കൗണ്ടേഴ്സ് നമുക്ക് വളരെ യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ കൗണ്ടർ ടോപ്പിൽ വെക്കുക. ഇതിലിപ്പോൾ ഞാൻ ഒരു ചെറിയ ആർട്ടിഫിഷ്യൽ പ്ലാന്റ് അങ്ങനെയൊക്കെയാണ് കേട്ടോ വെക്കുന്നത്. പിന്നെ ഇടയ്ക്ക് ചിലപ്പം ഓയിൽ ബോട്ടിൽസ്, നെയ്യിൻ്റെ കുപ്പി അങ്ങനെയൊക്കെ വെക്കാറുണ്ട്. അപ്പം എന്തായാലും അത് നമ്മളുടെ ഒരു ഐഡിയ അനുസരിച്ച് നമ്മൾ ചെയ്യാൻ വേണ്ടി നോക്കുക. അപ്പം പോയിൻ്റ് ഇത്രയേ ഉള്ളൂ. നമ്മൾ കൗണ്ടർ ടോപ്പ് റാക്സ്, അതുപോലെ ട്രേസ്, ഇതെല്ലാം വെക്കുമ്പോഴത്തേനും നമുക്ക് ഈ ഓരോരോ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ തിരിച്ചെങ്ങോട്ടാണ് പോകേണ്ടത് അതിനൊരു പ്ലേസ് വരും അല്ലേ. അത് തന്നെ നമുക്ക് ആ ഒരു ട്രെയിൻ്റെ അകത്തായിരിക്കണം സാധനങ്ങൾ എന്നുള്ള ഒരു ഐഡിയ വരും. അപ്പോൾ അതും നല്ല പോലെ കൗണ്ടർ ടോപ്പ് ഓർഗനൈസ്ഡ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ പുറത്തുനിന്ന് കുറേ സാധനങ്ങൾ കൊണ്ടുവന്ന് ഷോപ്പിംഗ് കഴിഞ്ഞ് വരുമ്പോൾ, അല്ലെങ്കിൽ ചിലപ്പം സ്കൂളിൽ നിന്ന് കുട്ടികൾ വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ബാഗ് ഇതെല്ലാം നേരെ കിച്ചണിലോട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ കൗണ്ടർ ടോപ്പിൽ വെക്കാൻ വേണ്ടിയിട്ടൊരു ചാൻസ് ഉണ്ട്. ഇത് നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ട് ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ടൊരു സ്പേസ് ഓൾറെഡി അലോക്കേറ്റ് ചെയ്ത് വെച്ചാൽ എന്ത് പറ്റും, അതൊരിക്കലും കിച്ചൺ കൗണ്ടറിലേക്ക് ആവില്ല അല്ലേ. അപ്പോൾ എന്തെങ്കിലും ഒരു ബാസ്ക്കറ്റോ എന്തെങ്കിലും നമ്മൾ എവിടെയെങ്കിലും ഒരു ഏരിയയിൽ അത് സെറ്റ് ചെയ്ത് വെച്ചാൽ നമ്മൾ അവിടെ കൊണ്ടുപോയി വെക്കുക. അതുപോലെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനോടും അവിടെ കൊണ്ട് വെക്കാൻ പറയുക. വാട്ട് ഹാപ്പൻസ്, കൗണ്ടർ ടോപ്പിൽ കുറേ നേരം ഈ സാധനങ്ങൾ, നമ്മൾ പുറത്തുനിന്ന് വരുന്ന സാധനങ്ങൾ കൊണ്ടുവന്ന് ഇടുന്ന ഒരു ഹാബിറ്റ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇനിയത്തൊരു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ, നമുക്ക് ഈ ഹൊറിസോണ്ടൽ സ്പേസ് യൂസ് ചെയ്യുന്നതിന് പകരം വെർട്ടിക്കൽ സ്പേസ് യൂസ് ചെയ്യുക. വെർട്ടിക്കൽ സ്പേസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയായിരിക്കും, നമ്മുടെ വാൾസില്ലേ, വാൾസും അതുപോലെ ബാക്ക് സ്പ്ലാഷ്, നമ്മൾ ടൈൽസ് ഒട്ടിച്ച് വെച്ചിട്ടുണ്ടാവുമല്ലോ, ആ ഒരു 2 ഏരിയാസ് നമുക്ക് പലതും യൂസ് ചെയ്യാൻ പറ്റുമല്ലേ. നമുക്ക് സ്റ്റിക്ക് ഹുക്സ് വെച്ചിട്ട് പല സാധനങ്ങൾ നമുക്ക് ഹാങ് ചെയ്യാം. ചിലർ മാഗ്നറ്റിക് സ്ട്രിപ്സ് വെക്കും. മാഗ്നറ്റിക് സ്ട്രിപ്സ് വെച്ചിട്ട് കത്തികൾ വെക്കുന്നതൊക്കെ കണ്ടിട്ടില്ലേ, അതുപോലെ. പിന്നെ നമുക്ക് റാക്സ് ആണെങ്കിലും ഇപ്പോൾ പിടിപ്പിക്കാമല്ലോ. ഒത്തിരി പേര് അങ്ങനെ റാക്സ് ഇപ്പം വാളിൽ പതിപ്പിച്ചിട്ട്, പണ്ടത്തെ നമ്മുടെ ഹാബിറ്റല്ലേ, പാത്രം കഴുകി വെക്കുന്ന സ്റ്റാൻഡെല്ലാം നമ്മൾ ഹാങ് ചെയ്തിടാറാണല്ലോ പതിവ്. അതും നമ്മുടെ കൗണ്ടർ ടോപ്പ് ക്ലിയർ ആക്കാനും കുറേയും കൂടി ഓർഗനൈസ്ഡ് ആയിട്ട് ഇരിക്കുന്ന ആ ഒരു ഫീല് കൊണ്ടുവരാനും ഇത് ഹെൽപ്പ് ചെയ്യും. ഇനിയത്തൊരു മെയിൻ കാര്യമാണ് സിങ്ക് ഏരിയ. സിങ്ക് ഏരിയ എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും അധികം ഡേർട്ടി ആവുന്നതും പിന്നെ നമ്മൾ ഏറ്റവും അധികം യൂസ് ചെയ്യുന്നതും ആയിട്ടുള്ളൊരു ഏരിയയാണ്. അപ്പോൾ അത് മാക്സിമം മിനിമലാക്കി വെക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ എന്തൊക്കെ നമുക്ക് കാര്യങ്ങൾ വേണ്ടി വരും, വെറ്റായിട്ടുള്ള സ്പോഞ്ച് ഉണ്ടാവും, പിന്നെ ടവൽസ്, ഡിഷ് ടവൽസ് ഉണ്ടാവും, ചില സോപ്പ് ബോട്ടിൽസ് ഉണ്ടാവും, പിന്നെ ചിലപ്പോൾ ഡ്രൈയിങ് പാത്രങ്ങൾ എടുത്ത് വെച്ച് ഡ്രൈ ആക്കുന്ന റാക്ക് ഉണ്ടാവും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മെയിനായിട്ട് നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട കാര്യങ്ങൾ നമ്മൾ സിങ്ക് ഏരിയയിൽ വെക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അത് ഒത്തിരി ബ്രൈറ്റ് ആയിട്ടുള്ളത് യൂസ് ചെയ്യാണ്ട് കുറച്ചും കൂടി ഒരു മിനിമലായിട്ടുള്ളത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കളർ എടുത്ത് കാണിക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ഉള്ള സംഭവങ്ങൾ. പിന്നെ ചിലർക്ക് നമ്മൾക്ക് എപ്പോഴും പാത്രം കഴുകി വെക്കേണ്ട ഒരു അവസ്ഥ ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഡിഷ് റാക്ക് തന്നെ ഫോൾഡ് ചെയ്ത് വെക്കുന്നൊരു പരിപാടിയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുക. അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ കൗണ്ടർ ടോപ്പ് സ്റ്റൈൽ ചെയ്യുമ്പോൾ ചെയ്യുന്നൊരു കാര്യമാണ്, അതാണ് റൂൾ ഓഫ് 3 എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും നമ്മളിങ്ങനെ ഒരു കാര്യവും വെക്കാതെ കൊണ്ടുപോകുന്നതും അങ്ങനെ വേണമെന്നില്ല. പല കാര്യങ്ങളും നമ്മൾ കിച്ചണിൽ കൗണ്ടറിൽ സ്റ്റൈൽ ചെയ്ത് വെക്കുമ്പോഴത്തേനും റൂൾ ഓഫ് 3 യൂസ് ചെയ്യുക. അതായത് നമ്മൾ സാധനങ്ങൾ ഓഡ് നമ്പേഴ്സിൽ ഗ്രൂപ്പ് ചെയ്യുക. അതായത് എസ്പെഷ്യലി അത് 3 ഐറ്റംസ് ആയിട്ട്, ഇപ്പം നമ്മൾ ഒരു കട്ടിംഗ് ബോർഡ്, പിന്നെ അതുപോലെ ഒരു ചെറിയ വേസ്, ഒരു സോപ്പ് ഡിസ്പെൻസർ, ഇങ്ങനെ 3 ഐറ്റംസ് നമ്മൾ
ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ് കേട്ടോ. അങ്ങനെ വെക്കുമ്പോൾ 3 ഐറ്റം വെക്കുവാണെങ്കിൽ അതിനൊരു എസ്തെറ്റിക് ലുക്ക് വരുന്നതാണ് പറയുന്നത്. അത് നമ്മളുടെ കൗണ്ടറിനൊരു പ്രത്യേക ഒരു സ്റ്റൈലും പേഴ്സണാലിറ്റിയൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളിത് വീട്ടിൽ കിച്ചണിൽ തന്നെയല്ല, നമുക്ക് എല്ലായിടത്തും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ടച്ച് ഇറ്റ് വൺസ്. അതായത് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു സാധനം എടുത്തു, നമ്മൾ ബിസി കുക്കിങ്ങിൻ്റെ ഇടയിലല്ല കേട്ടോ, അല്ലാതെ നമ്മൾ എന്തെങ്കിലും എടുത്താൽ തിരിച്ച് കൗണ്ടറിൽ ജസ്റ്റ് വെക്കുന്നതിന് പകരം എവിടെയാണോ അതിൻ്റെ പ്ലേസ് അതിലോട്ട് തിരിച്ച് വെക്കുക എന്നുള്ളൊരു ഹാബിറ്റാണ്. ഇത് ശരിക്കും പറഞ്ഞ ഒരു ഗെയിം ചേഞ്ചറാണ്. നമ്മൾ ഇങ്ങനെ നമ്മൾ ഡിസിഷൻസ് ഡിലേ ചെയ്യുമ്പോഴാണ് പലപ്പോഴും ഈ ക്ലട്ടർ ഉണ്ടാവുന്നത്. നമ്മളിപ്പോൾ ഒരു പീനട്ട് ബട്ടർ എടുത്തു, അത് കഴിഞ്ഞു, നമ്മൾ തിരിച്ച കൗണ്ടറിൽ വെക്കാതെ അതെവിടെയാണോ അത് തിരിച്ച് വെക്കാൻ നോക്കുക. പിന്നെ ചിലപ്പോൾ എന്തെങ്കിലും പേപ്പറോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് അവിടെ വെക്കാതെ തിരിച്ച് അതിൻ്റെ പ്ലേസിലോട്ട് കൊണ്ടുവന്ന് വെക്കാൻ നോക്കുക. അപ്പം ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത്, കുറച്ച് പാടാണ്, നമുക്ക് ഹാബിറ്റ് അല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് പാടാണ്, നമ്മൾ പലപ്പോഴും മറന്നു പോകും. പക്ഷേ എപ്പോഴാണോ നമുക്കിത് ഓർമ്മ വരുന്നത് അപ്പം അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പോകെ ഇത് നമ്മുടെ ഒരു ഹാബിറ്റായിട്ട് മാറുകയും ചെയ്യും. നമുക്ക് ഈസി ആയിട്ട് കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റും. ചിലപ്പോൾ ഒരു 5 സെക്കൻഡ്സിൻ്റെ ഡിഫറൻസ് ഉണ്ടാവുള്ളൂ, പക്ഷേ നല്ലൊരു ഡിഫറൻസ് കൊണ്ടുവരാൻ പറ്റും. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, രാത്രി നമ്മൾ നൈറ്റിൽ കിച്ചൺ കൗണ്ടർ ടോപ്പ് ഒന്ന് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. ഒരു 2 മിനിറ്റ് എടുത്തിട്ടെങ്കിലും പെട്ടെന്നൊന്ന് റീസെറ്റ് ചെയ്യുക. നമ്മൾ ഏറ്റവും ലാസ്റ്റ് കിച്ചൺ പോകുന്നതിന് മുന്നേ ഒന്ന് ഒതുക്കി വെച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട് നോക്കുക. അവിടെ ഇവിടെ ഇരിക്കുന്ന സാധനങ്ങളെല്ലാം ഒന്ന് തിരിച്ച് വെക്കുക, കൗണ്ടർ ഒന്ന് നന്നായിട്ട് തുടച്ച് വെക്കുക. എന്തെങ്കിലും ട്രേസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് അതിൻ്റെ പ്ലേസിലോട്ട് തിരിച്ച് വെക്കുക. ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ തന്നെ നമുക്ക് മോർണിംഗിലേക്ക് നല്ലൊരു ഉഷാറായിരിക്കും അല്ലേ. അപ്പോൾ അതും മാക്സിമം ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ തന്നെയും അടിപൊളിയായിട്ട് നമുക്ക് കൗണ്ടേഴ്സ് ക്ലിയറാക്കി വെക്കാൻ പറ്റും. പിന്നെ എന്താ പറയുക, അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് മെയിൻലി ഡിക്ലട്ടർ ചെയ്യാനും മിനിമലായിട്ട് വെക്കാനൊക്കെയുള്ള കുറച്ച് ടിപ്സ്. ഇനി ഒരുപാട് ടിപ്സ് ഉണ്ട്. അപ്പോൾ ഇനി അത് ഏതെങ്കിലുമൊക്കെ വീഡിയോസിൽ നമുക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ ഞാൻ കുറച്ച് ഓർഗനൈസർ ട്രേസിൻ്റെയും ഡിസ്പെൻസേഴ്സിൻ്റെയൊക്കെ കുറച്ച് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സോ ദാറ്റ് നിങ്ങൾക്ക് ഇങ്ങനെ കിച്ചൺ ഓർഗനൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ലിങ്ക് വെച്ചിട്ട് പർച്ചേസ് ചെയ്തിട്ട് യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ അതൊന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. പിന്നെന്തായിരുന്നു, അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒരു തംസപ്പ് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആ കമൻറ്റ് പറയുക, എന്താണ് നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്നുള്ളതും. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ടിപ്സ്, നിങ്ങൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ആ ഒരു ടിപ്പും ഇതിൻ്റെ കൂടെ ഷെയർ ചെയ്യാൻ വേണ്ടി നോക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഈ ഒരു സീരീസിൻ്റെ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരാം. അതുവരേക്കും ബൈ.